അപ്പോൾ ചേട്ടൻ്റെ മുഖത്ത് ഒരു നിഷ്കളങ്ക ഭാവമാണ്. മനസ്സങ്ങനല്ല കേട്ടോ, ആ എന്നാണ് ആൾക്കാർ പറയുന്നത്. നമ്മളങ്ങനെ ആരെ ഇപ്പോൾ പറയുന്നത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടി പോലും ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നു ശീലമുണ്ട്. ഞാൻ കാരണം അങ്ങനെ ഒരാളും ബുദ്ധിമുട്ടാൻ പാടില്ല, ഒരാളും വിഷമിക്കാൻ പാടില്ല എന്ന് മനസ്സിൽ കരുതുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ തന്നെ പിന്തുടരുന്നുണ്ട്. എവിടെയെങ്കിലും ചിലപ്പോൾ വഴുതി പോകുന്നുണ്ടെങ്കിൽ അതറിയാതെ സംഭവിച്ചു പോകണം, മനപ്പുറം ഉണ്ടാകുന്നതല്ല, അത് സംഭവിച്ചു പോകുന്നതാണ്, യാതൊരു വ്യക്തിക്കും പറ്റുന്നത്. പിന്നെ അതിൻ്റെ പേരിൽ ഞാൻ ഒരു കുറ്റബോധത്തോടു കൂടി ഞാൻ സ്വയം ഒറ്റയ്ക്കിരുന്ന് ഞാൻ ചിന്തിക്കുകയും അത് വേണ്ടായിരുന്നു എന്നൊക്കെ മേശയിൽ ഇട്ടിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ ചില പരിപാടികളിലൊക്കെ പങ്കെടുക്കേണ്ടി വരികയും ജീവിതമധ്യത്തിൽ പോലീസ് പിടിക്കുകയും ജയിലിൽ പോവുകയൊക്കെ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാവുമ്പോൾ അന്ന് എന്തായിരുന്നു ചിന്തിച്ചിരുന്നത്? ശരിക്കും അന്നും കുറ്റബോധം ഉണ്ടായിരുന്നോ? ചില സ്ഥലത്തൊക്കെ ഉണ്ടാവും. കാര്യം തെറ്റെൻ്റെതാണെന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് അത് വേണ്ടായിരുന്നു എന്ന് തോന്നും. പക്ഷേ തെറ്റ് ചെയ്യുന്ന സമയത്ത് അത് തെറ്റായിട്ട് തോന്നുന്നില്ലല്ലോ, അപ്പോഴത്തെ ആവേശത്തിൽ ചെയ്തു പോകണത്. അപ്പോഴങ്ങനെ തോന്നില്ല. പിന്നീട് അത് കഴിയുമ്പോഴായിരിക്കും രണ്ടടി കിട്ടേണ്ടതുള്ളത് സത്യം തന്നെയായിരുന്നു, കിട്ടിയതിൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇപ്പോഴും സുഹൃത്തുക്കളൊക്കെ ആ ഏരിയയിലൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട്. ചിലരൊക്കെ ഈ പറയുന്ന രീതിയിൽ നമ്മളെപ്പോലെ നല്ല നടപ്പായിരിക്കണമെന്നില്ല. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? സുരേഷ് ഏട്ടൻ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? അല്ല, ഇപ്പോൾ അവർക്ക് എന്നോട് ഭയങ്കര കാര്യമാണ്, ഒരു ഇഷ്ടം. ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ് എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അതല്ലെങ്കിൽ എനിക്ക് അവരുടെ മുമ്പിൽ അത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ നമ്മളിലുണ്ടെന്നുള്ളത്. അത് വളരെ അടുത്ത കൂട്ടുകാർക്ക് ഞാൻ പാട്ടൊക്കെ സ്വന്തമായിട്ട് ഉണ്ടായി വളരെ അടുത്ത കൂട്ടുകാരുടെ മുമ്പിൽ മാത്രമേ നമ്മൾ അത് പാടാറൊക്കെ ഉള്ളൂ. അത് ഒരുപാട് പേരുടെ മുമ്പിലൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ഈ ഒരു തരത്തിൽ സുരേഷ് ഏട്ടനാക്കിയതിന് പാട്ടിനൊരു പങ്കുണ്ട്. അത്രയും നല്ലൊരു പാട്ട് അതിനകത്തേക്ക് പാടി അഭിനയിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ കൂടെ നമ്മളത് മനസ്സിലാക്കുകയും പിന്നീട് ആ സിനിമയുടെ പ്രൊമോഷൻ കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള ഘട്ടങ്ങളിലെല്ലാം അവരുടെ കൂടെ ഗസ്റ്റായിട്ട് പോകാനും ഈ പാട്ട് പല വേദികളിൽ പാടാനുള്ള അവസരം കിട്ടി. അങ്ങനെയാണ് സുരേഷ് ഏട്ടൻ ശരിക്കും എല്ലാവരുടെയും മനസ്സിലേക്ക് സ്പ്രെഡ് ആവുന്നത്. ശരിക്കും ആ പാട്ടുകളല്ലേ സുരേഷ് ഏട്ടനാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്? പാട്ടുകാരനാണല്ലോ എന്നെ ആ സിനിമയിലേക്ക് വിളിച്ചത്. പാട്ടുകാരനാണല്ലോ എന്നെ വിളിച്ചത്. പിന്നെ എന്നെ കണ്ടപ്പോഴാണ് അഭിനയിക്കാമെന്ന് സാധിച്ചത്. ആക്ഷൻ ഹീറോ ബിജു എന്നൊരു സിനിമ ഇല്ലെങ്കിൽ സുരേഷും ഇല്ല എന്നുള്ളതാണ് സത്യം. അതൊക്കെ പിന്നെ ആരും നമ്മളെ അറിയില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ പാട്ട് എൻ്റെ ജീവിതത്തിന് നല്ലൊരു ബന്ധമുണ്ട്. ആ പാട്ട് കാരണമാണ് സിനിമയിലേക്ക് എന്നെ ക്ഷണിച്ചതും എന്താ പറയുക സിനിമയിലേക്ക് പാട്ട് ഉൾപ്പെടുത്തിയതും ഒക്കെ. പിന്നെ പല സ്ഥലത്തും നമ്മൾ ഈ സ്റ്റേജ് പരിപാടിക്കൊക്കെ വിളിക്കുമ്പോൾ പോകുമ്പോൾ മുത്തേപ്പന്നെ എന്ന പാട്ടല്ലാതെ വേറെയും പാട്ടുകൾ ഞാൻ എഴുതി തന്നെ ഉള്ള പാട്ടുകൾ പാടാറുണ്ട്. അപ്പം പാട്ടിന് എൻ്റെ ജീവിതത്തിൽ ഒരു നല്ലൊരു എന്താ പറയുക സിനിമ ചില സമയങ്ങളിൽ സിനിമ ഇല്ലായിരുന്ന സമയത്ത് ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ പാട്ട് കൊണ്ട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്, സാമ്പത്തിക ഗുണം. അതിനകത്തൊരു വരി എനിക്ക് ഭയങ്കരമായിട്ട് രസകരമായി തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഫിലോസഫിയാണ്. അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ നീ എൻ്റെ നിഴലും വെളിച്ചമെന്നിൽ തൂകുന്ന വിളക്കും. അപ്പോൾ നിഴലാകുന്ന ഒരവസരത്തിൽ അവള് പുറകെ വന്ന് നിഴലാവുമ്പോഴും വെളിച്ചമാകുന്നതും അവള് തന്നെയാണ്. നിഴലും വെളിച്ചവുമാണ് അവളെന്ന് പറയുന്നത്. ഇത് ശരിക്കും ഭയങ്കര ഒരു ക്രാഫ്റ്റ് ആയിട്ടുള്ള വരികളാണ്. എനിക്കങ്ങനെ തോന്നിട്ടില്ല, നമ്മൾ എഴുതുമ്പം എഴുതിയെന്നുള്ളതാണ്. പക്ഷെ അതിനകത്ത് ഭയങ്കര ഒരു ഫിലോസഫി ഉണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ നീ എൻ്റെ നിഴലും വെളിച്ചമെന്നിൽ തൂകുന്ന വിളക്കും. ഇതിന്റെ എഴുത്ത് പോകുമ്പോൾ എങ്ങനെയായിരുന്നു? ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരികയായിരുന്നോ അത് എവിടെയെങ്കിലും ഇരുന്ന് ഇങ്ങനെ കുറിക്കായിരുന്നോ? ഉള്ളിൽ നിന്ന് വരികയായിരുന്നു, മനസ്സിൽ. ഞാൻ എഴുതിയിട്ട് പാട്ടുകളെല്ലാം ആദ്യം പാട്ട് മനസ്സിൽ വരികയും അത് പാടി പിന്നെ അത് കറക്റ്റ് ചെയ്ത് ശരിക്കും ആ മുത്തേ പൊന്നെ എന്ന പാട്ടിൽ മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്ത് കുറ്റം ചെയ്തു ഞാൻ എന്നല്ല ഞാൻ എഴുതി തുടങ്ങി. എന്തിനു പെണ്ണെ നിനക്കെന്ന് പിണക്ക അങ്ങനെ പാട്ട് എഴുതി തുടങ്ങി. അങ്ങനെയാണ് തുടങ്ങിയത്. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും ഒരെണ്ണം വേണമെന്ന് തോന്നി. അങ്ങനെ പിന്നെ ഈ മുത്തേ പൊന്നെ രണ്ടാമത് എഴുതി ചെയ്യുക. മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്ത് കുറ്റം ചെയ്തു ഞാൻ മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്ത് കുറ്റം ചെയ്തു ഞാൻ എന്തിനു പെണ്ണെ നിനക്കെന്നു പിണക്കം ബംഗാളി സിനിമയ്ക്കോ. അങ്ങനെ തുടങ്ങാം. ബംഗാളി സിനിമയ്ക്ക് പോകാം, ബംഗാളി സിനിമയ്ക്ക് പോകാം പെണ്ണെ തിയേറ്ററിൽ തട്ടിമുട്ടി നടക്കാം താനേ തന്നെ എന്നൊക്കെ എങ്ങനെ വേണമെങ്കിലും പാടാം. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള സംഭവം എന്താ അറിയോ,
ഞാനൊരു പ്രൊഫഷണൽ എഴുത്തുകാരനൊന്നുമല്ല, ഒരു പാട്ടുകാരനുമല്ല, സംഗീതം ചെയ്യുന്ന ആൾ. സംഗീതത്തിലെ ഒരു വാദ്യോപകരണവും എനിക്ക് വായിക്കാനും അറിയില്ല. നമ്മൾ ഈ മേശയിൽ കൊട്ടിയിട്ടുള്ള അത് പണ്ട് സ്കൂളിൻ്റെ ബാക്ക് ബെഞ്ച് ആയതുകൊണ്ട് അവിടെ ഇരുന്ന് കൊട്ടി നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് എഴുതാൻ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. അത് എഴുതിയിട്ടില്ല എന്നുള്ള പല സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, ഡയറക്ടർ പറഞ്ഞു, ഡയറക്ടർ കൂടെ ഇരുന്ന് എന്നെ കൊണ്ട് എഴുതിപ്പിച്ചു ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെന്താ, ഇപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് എഴുതണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പ്രയാസമാവും. എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല, കാര്യം ഞാനൊരു എഴുത്തുകാരനല്ല, പ്രൊഫഷണലായിട്ട് എഴുതാൻ വേണ്ടി വന്ന ഒരാളുമില്ല. മുത്തേ പൊന്നെ എന്ന പാട്ട് സിനിമയിൽ സ്വീകരിച്ചപ്പോൾ ആൾക്കാർക്ക് പിന്നെ എൻ്റെ എന്തൊക്കെയോ ഉണ്ടെന്ന് വിചാരിച്ചു എഴുതാൻ പറഞ്ഞപ്പോഴാണ് നമ്മൾ അതിനു മുമ്പേ അതിൻ്റെ കൂടെ ഉള്ള കുറേ പാട്ടുകളുണ്ട്. വിചാരിച്ചത് ശരിയാണ്. കാരണം ഞാൻ മറ്റു പാട്ടുകൾ നോക്കിയായിരുന്നു. അപ്പോൾ രസമുള്ള സാധനങ്ങൾ, ഈ പെണ്ണായ പെണ്ണുങ്ങൾ മൗനം പൂണ്ടിരുന്നു എന്ന് പറഞ്ഞ ബിഗ് ബോസിനകത്ത് തകർത്ത പാട്ടുണ്ട്. അതിനകത്തും അർത്ഥങ്ങളുണ്ട്. സുരേഷ് ചേട്ടൻ്റെ വ്യൂ പോയിന്റ് ആണ് അത്. സുരേഷ് ചേട്ടൻ അത് നന്നായിട്ട് എഴുതുന്നുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ആൾക്കാർക്ക് വിമർശനമൊക്കെ പറയാം. അതേപോലെ തന്നെ മൈലാഞ്ചിക്കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ കിളിക്കൂട്ടം പറന്നു വന്നു ഹേ റസിയ എന്ന് പറയുന്ന പാട്ടില്ലേ, രസമുള്ള പാട്ടാ. അതിന്റെ താളം ശരിക്കും സുരേഷ് ചേട്ടൻ തന്നെയാണ്. അല്ല, എൻ്റെ പാട്ടുകൾക്കെല്ലാം താളം ഞാൻ തന്നെ ചെയ്യുക. പിന്നെ അത് നമ്മൾ ഗാനമായിട്ട് ആൽബത്തിലൊക്കെ വരുമ്പോൾ ഓർക്കസ്ട്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഓർക്കസ്ട്രക്കാരുടെ സഹായം തേടാറുണ്ട്. 2-3 പാട്ടുകൾ ഞാനിങ്ങനെ സുരേഷ് ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന കണ്ടായിരുന്നു. അതിലൊക്കെ ബാക്കി താളം അത് തന്നെ നമ്മൾ കൊടുക്കും, എന്നിട്ട് ബാക്കി ഓർക്കസ്ട്രേഷൻ അവരെ കൂടി ചെയ്യിപ്പിക്കും. എനിക്കിഷ്ടമുള്ളത് ഞാൻ സ്വീകരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ പറയാം അത് പറ്റില്ല, എനിക്ക് മാറ്റി ചെയ്ത് തരണമെന്നുള്ളത്. പിന്നെ നമ്മുടെ പൾസ് അറിയാമെന്നുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല. അതിൻ്റെ കൂടെ ഇന്നതൊക്കെ കൂടെ ചെയ്തുകൂടെ എന്ന് ചോദിക്കും. കാര്യം നമ്മൾ പാട്ട് പാടുകയോ അല്ലെങ്കിൽ പാട്ട് എഴുതിയൊക്കെ അതിനേക്കാളൊക്കെ ഒരുപാട് മുമ്പേ പാട്ട് കേൾക്കുന്ന ഒരാളാണ്. ഒരുപാട് സ്കൂളിൽ പോകുന്ന പ്രായം തൊട്ട് തന്നെ പാട്ട് കേട്ട് വളർന്ന ആളാണ്. അപ്പോൾ പാട്ടിൽ ഇവരെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ പ്രായം വളരും തോറും നമ്മളും അത് മനസ്സിലാക്കി സംഗീതത്തിന് ഇങ്ങനെയാണ് ഇന്നതാണ് മനസ്സിലായത്. എഴുതിയ ഏതെങ്കിലും ഒരു പാട്ട് കൂടെ പാടാവോ? മുക്കമ്പാല മുക്കമ്പാല ചോട്ടിലന്നു രാവിൽ ചുണ്ണാമ്പു ചോദിച്ചു എന്നോടൊരു പെണ്ണാൾ. മുക്കമ്പാല മുക്കമ്പാല ചോട്ടിലന്നു രാവിൽ ചുണ്ണാമ്പു ചോദിച്ചു എന്നോടൊരു പെണ്ണാൾ. ഇല്ലെന്നു പറഞ്ഞിട്ടും പിന്നാലെ പോന്നവൾ പാലപ്പും കൊമ്പത്തേക്കെന്നെ വിളിച്ചു. മുക്കമ്പാല മുക്കമ്പാല ചോട്ടിലന്നു രാവിൽ ചുണ്ണാമ്പു ചോദിച്ചു എന്നോടൊരു പെണ്ണാൾ. ഒരു പഴയ കഥയാണ് യക്ഷി ചുണ്ണാമ്പ്. അല്ല, ഇതെല്ലാം ഉള്ളിൽ ഇങ്ങനെ ഒരു മ്യൂസിക് ആയിട്ട് വരും ഇല്ലേ? അതൊരു ചിലപ്പോൾ ഒരു താളം വരും, താളത്തിൽ നിന്ന് വരി ഉണ്ടാക്കും. ചിലപ്പം വരിയാണ് വരുന്നത്, ആ വരി താളമാക്കും. ഒരു ദിവസം 4 പാട്ട് എഴുതിയിട്ടുണ്ട്. ഒരു പാട്ട് എഴുതാൻ വേണ്ടി 4 ആഴ്ച കാത്തിരുന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ട്. അതിപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ ഒരിടത്ത് ഇരുന്ന് ട്രൈ ചെയ്യുമോ? ഇപ്പം നമ്മൾ സാധാരണ ഇല്ല ഇങ്ങനെ അതിന് വേണ്ടിയിട്ടില്ല. ചിലപ്പോൾ ജോലി ചെയ്യുന്ന സമയത്തായിരിക്കാം, നടക്കുന്ന സമയത്തായിരിക്കാം, ചിലപ്പോൾ തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം. സിനിമ അവിടെ ഓടിക്കൊണ്ടിരിക്കും, ഞാൻ എൻ്റെ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ.